Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay. Last class നമ്മൾ ഏതാ എടുത്തത്? ഇമോഷണൽ ഡെവലപ്മെന്റ് അല്ലേ? അതെ മിസ്സേ. ഓക്കെ. ഇന്ന് ആരാ പ്രയർ പറയണേ? ഞാൻ ചെയ്യാം മാം. ഓക്കെ. He is my everything, he is my all, he is my everything, both great and small. He made this bed for me, made everything new. He is my everything, my Lord and King. God's love is so wonderful. God's love is so wonderful. Oh, wonderful love. He is my everything. He is my all. He is my everything, both great and small. Thank you, ma'am. Thank you. Quotes of the day ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട് മാം. പറഞ്ഞോട്ടെ. ആരാന്ന് സാർ? Enjoy every moment. Death is unexpected. Nothing is permanent. Accept everything with a smile. Signing, Mosina. Okay. അപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ ദിവസം എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തത്? സ്പീച്ച് ഒക്കെ പറഞ്ഞോ? എല്ലാവരെ കൊണ്ടും പറയിപ്പിച്ചു. എല്ലാവരും ഭയങ്കര അടിപൊളി പാടി ഒത്തിരി പ്രോഗ്രാം ഒക്കെ ചെയ്തു. നല്ലൊരു ക്ലാസ്. ജോബ് സാർ ആയിരുന്നോ? അല്ല, ആതിര ക്ലാസ് ആയിരുന്നു. ആതിര ടീച്ചറിന്റെ ക്ലാസ് ആയിരുന്നു. മനസ്സിലായതാണ്. ഓക്കെ. അപ്പോ നമ്മള് പോർഷനിലേക്ക് വരണ ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. 2 ടൈപ്പ് ഇമോഷണൽ ഡെവലപ്മെന്റ്സ് ഉണ്ട്. ഇമോഷണൽ ഡെവലപ്മെന്റ് എന്താന്ന് പറഞ്ഞു. ദെൻ ഓരോ ടൈമിൽ എങ്ങനെയായിരിക്കും ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു. അതേപോലെ ആൻസൈറ്റീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊന്ന് വായിച്ചു നോക്കിയിട്ട് ആരെങ്കിലും ഒരാളൊന്ന് നല്ല രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നോട്ടാ. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നു. ഓക്കെ, ഒന്ന് നോക്കിയേ. ആരാ പറയണേന്ന് റെഡി ആയിട്ട് പറഞ്ഞോട്ടോ. എന്താണ് ഇമോഷണൽ ഡെവലപ്മെന്റ്? എന്താണ് ഇമോഷണൽ ഡെവലപ്മെന്റ്? അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇമോഷൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡ്യൂറിംഗ് പ്രീ സ്കൂൾ ഇയേഴ്സ്, അതേപോലെ ടൈപ്സ് ഓഫ് ആൻസൈറ്റീസ്. അത്രയുമല്ലേ പറഞ്ഞു നിർത്തിയത്? അതെ മാം, 2 ടൈപ്പ് ആൻസൈറ്റിയിലായിരുന്നു നിർത്തിയിരുന്നത്. ഓക്കെ. ആരാ പറയണത്? ആരാ പറയണത്? ഞാൻ വിളിക്കട്ടെ പേര്? ഓക്കെ. സാന്ദ്ര സെബാസ്റ്റ്യൻ അല്ലേ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല മിസ്. ഓക്കെ, ഒന്നൊന്ന് റെക്കോർഡ് ക്ലാസ് കാണണം കേട്ടോ. കാണാം. ദീപിക പറയോടാ? ഞാൻ പറയാം മാം. മാം, ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ഇതിൽ പറയുന്നത് നമ്മളുടെ കുട്ടിക്കാലത്ത് കുട്ടികളുടെ ഇമോഷൻ വളരെ പെട്ടെന്ന് ചേഞ്ച് ആവുന്ന ഇമോഷൻ ആണ്. അവർക്ക് കരച്ചിലാണെങ്കിലും ദേഷ്യമാണെങ്കിലും പെട്ടെന്ന് വരും. ഇപ്പം കുട്ടികള് ഹാപ്പി ആയി ഇരിക്കുമായിരിക്കും, കളിച്ചോണ്ടിരിക്കുമായിരിക്കും, പെട്ടെന്നാണ് അവര് ദേഷ്യപ്പെടുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് കുറച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ കരഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. പിന്നെ ഒരു മിഠായി എന്തെങ്കിലും കൊടുത്താൽ അവർ പെട്ടെന്ന് സന്തോഷവുമാവും. അവർ വളരെ അറ്റാച്ച്ഡ് ആണ്. അവരുടെ ടോയ്സിനോടൊക്കെ നല്ല അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ഇപ്പൊ അവർക്ക് ടോയ്സ് കണ്ടില്ലെങ്കിൽ, അവരുടെ കളിപ്പാട്ടം കണ്ടില്ലെങ്കിൽ അവർ പെട്ടെന്ന് വിഷമിക്കും. അവർക്ക് അവരുടെ ഇപ്പം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഇമോഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. നമ്മളുടെ പ്രീ സ്കൂൾ ഏജ് പറഞ്ഞാൽ കുട്ടികളുടെ 3 മുതൽ 6 വയസ്സ് വരെയുള്ള
ഏജ് ആണ് പ്രീ സ്കൂൾ ഏജ്. അപ്പൊ ആ സമയത്ത് അവർക്ക് അവരുടെ ഇമോഷൻ ഹൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർ അത് കാണിക്കുന്നത് വേരിയസ് ആക്ടിവിറ്റി കൊണ്ടാണ് അവർ കാണിക്കുന്നത്. ചില കുട്ടികള് നഖം കടിച്ചുകൊണ്ടേയിരിക്കും, ചില കുട്ടികള് വിരല് കുടിക്കും, പിന്നെ ചിലവർക്ക് പേടിച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയാണ് അവർ അവരുടെ ഇമോഷൻ കാണിക്കുന്നത്. പിന്നെ ഇതിൽ കുട്ടികളും അമ്മയും തമ്മിൽ നല്ലൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അവർക്ക് അവരുടെ ലോകം തന്നെ അമ്മയാണ്. അപ്പൊ അവർക്ക് ഈ കുട്ടികളിൽ 2 ടൈപ്പ് ഇമോഷൻസ് ആണ് നമ്മൾ മെയിൻലി കാണുന്നത്. സ്ട്രേഞ്ചേഴ്സ് ആങ്സൈറ്റിയും സെപ്പറേഷൻ ആങ്സൈറ്റിയും. ഇപ്പം കുട്ടികൾ പെട്ടെന്ന് ഒരു അറിയാത്ത ഒരാളിനെ കാണുവാണെങ്കിൽ അവർക്ക് പേടിയായിരിക്കും. അവരുടെ അടുത്ത് പോകില്ല. അമ്മേന്റെ അടുത്ത് ഇരിക്കും, അമ്മയെ തൊട്ടുകൊണ്ട് അമ്മേന്റെ അടുത്ത് തന്നെ പിടിച്ചിരിക്കും. അവര് പോകുന്ന വരെ കരഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും മുറിയിൽ പോയി ഇരിക്കും. അവർ പേടിച്ച് സംസാരിക്കുകയില്ല, മിണ്ടുമില്ല, ഒന്നും ചെയ്യില്ല. ഇതാണ് ഒരു ആങ്സൈറ്റി, സ്ട്രേഞ്ചേഴ്സ് ആങ്സൈറ്റി. പിന്നെ വേറെ ഒരു ടൈപ്പ് ഇമോഷൻ ആണ് സെപ്പറേഷൻ ആങ്സൈറ്റി. ഇത് അവർക്ക് സംഭവിക്കുന്നത് ഇപ്പം ചെറുപ്പം മുതൽക്ക് അമ്മേന്റെ കൂടെ വീട്ടിലിരിക്കുവാണ്. അപ്പം പെട്ടെന്ന് കുട്ടീനെ സ്കൂളിൽ കൊണ്ടുവിടുവാണെങ്കിൽ അതൊരു അമ്മയെ വിട്ട് നിൽക്കുവല്ലേ, അപ്പൊ അവർക്ക് അത് സഹിക്കാൻ പറ്റില്ല. അവർ അതിന് ആദ്യം തന്നെ കുറെ കരഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെയാണ് അവരത് യൂസ് ടു ആവുന്നത്. അപ്പൊ അമ്മയെ വിട്ട് നിൽക്കുമ്പോ അവർ സ്കൂളിൽ പോയാൽ അവർ ടീച്ചറിന്റെ കൂടെ ഒരു ബോണ്ട് ഉണ്ടാവും. അപ്പൊ അവർക്ക് ആ ടീച്ചറിനെ തന്നെ കാണണം, ആ ടീച്ചറിന്റെ കൂടെ തന്നെ ഇരിക്കണം. അങ്ങനെയുള്ള ഒരു ഇമോഷൻ ആയിരിക്കും ആ സമയത്ത് ഉണ്ടാവുന്നത്. പിന്നെ ക്രമേണമാണ് ഇവരുടെ ഈ ഇമോഷൻ ഒക്കെ വലുതാവുമ്പോഴും ഇവർക്ക് ആ അറ്റാച്ച്മെന്റ് കുറയും, പിന്നെ ഈ ഇമോഷനും കുറഞ്ഞു വരും. താങ്ക് യു മാം. പിന്നെ മാം വേറെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ചിൽഡ്രൻസിൽ പിന്നെ വേറെ ചില പേടി കാണാം. പെട്ടെന്ന് വലിയ ഒച്ച കേട്ടാൽ അവർ പേടിക്കും, പിന്നെ ഇരുട്ടിനോട് പേടി ഉണ്ടാവും, പിന്നെ ചില മൃഗങ്ങൾ കണ്ടാൽ പേടിക്കും. അങ്ങനത്തെ ഒരു ഇമോഷനും അവർക്ക് ഒരു പേടിയൊക്കെ ഉണ്ടാവും കുഞ്ഞുങ്ങൾക്ക്. താങ്ക് യു മാം. ഹലോ മിസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. സോറി മിസ്, ഞാൻ ട്രേഡിങ്ങിന് സ്കൂളിലാണ്. ഞാനൊരു ഡൗട്ട് ചോദിക്കാനായിട്ടാണ് കയറിയത് ഇപ്പൊ പെർമിഷൻ മേടിച്ചിട്ട്. നമുക്ക് ലെസൺ പ്ലാൻ എഴുതിനെ കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ ലെസൺ പ്ലാൻ ചോദിക്കുന്നുണ്ടോ? ലെസൺ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോർഷൻ എടുക്കുന്നതിനെ കുറിച്ചല്ലേ? നമ്മൾ പഠിപ്പിക്കുന്നതിനെ കുറിച്ചേ. നമ്മൾ ഇവിടെ നിന്ന് ഞങ്ങൾ തരുന്നെന്നാണ് പറയുന്നത്. അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലോ ഞങ്ങൾ പഠിപ്പിക്കുന്ന പോർഷൻസ് എങ്ങനെയാണെന്നാണോ? നിങ്ങൾ പറയുന്ന പോർഷൻ, നിങ്ങൾ എന്താണോ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നത് അതാണ് എഴുതാൻ പറയുന്നത് ഇവിടെ. നമ്മുടെ മൊഡ്യൂൾസും ഫസ്റ്റ് മൊഡ്യൂളും അതുപോലെ ഇംഗ്ലീഷും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മൊഡ്യൂൾ PG അല്ലാലോ, ആ 3 മൊഡ്യൂൾസും എഴുതിയാൽ മതിയാവും. അല്ല മിസ്സേ, നമ്മൾ ഇവർക്ക് കുട്ടികൾക്ക് എന്താണോ ക്ലാസ് എടുക്കുന്നത് അത് കുട്ടികൾ എങ്ങനെ ഗ്രഹിച്ചു, അത് എങ്ങനെ മനസ്സിലാക്കി, എന്താണോ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് മോനാണ് എഴുതേണ്ടേട്ടാ. അതെ, ഓക്കെ. നമുക്കിപ്പോ കുട്ടികൾക്ക് എന്താണോ ക്ലാസ് എടുക്കുന്നത്, ഏത് മെത്തേഡാണോ, അത് എന്തൊക്കെയാണോ എടുക്കേണ്ടെന്നുള്ള ഒരു ഗ്രാഫ് നമുക്ക് തന്നിട്ടില്ലല്ലോ ഇവിടെ നിന്ന്. ടീച്ചിങ് നോട്ട്സ് അല്ലേ ഈ പറയണത്? മോന്റെ നോട്ട്സ്, മോൻ എന്താണ് എടുക്കാൻ പോണെന്നുള്ളത്. ലെസൺ പ്ലാൻ ഉണ്ടാവില്ലേ മിസ്? ഞാൻ ട്രെയിനിങ്ങിൽ തന്നെയാണ്. എന്നോട് ഇതിനു മുൻപ് ട്രെയിനിങ്ങിന് വന്നവര് ലെസൺ പ്ലാൻ കൊണ്ടുവന്നായിരുന്നു. നമുക്ക് അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവൈലബിൾ അല്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ചാർട്ടിൽ പ്രിപ്പയർ ചെയ്തെടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അവർക്ക് എന്തെടുക്കണമെന്ന് അവർ പറഞ്ഞാൽ നമ്മൾ അത് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നെടുക്കുന്ന രീതിയാണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവരോട് പറഞ്ഞായിരുന്നു. എനിക്ക് മുൻപ് വന്നവർ ലെസൺ പ്ലാനും കൊണ്ടുവന്നായിരുന്നേ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യം അത് ഞാൻ ചെയ്യാം, അതിൻ്റെതായിട്ട് ഞാൻ ചാർട്ട് പ്രിപ്പയർ ചെയ്ത് കുട്ടികൾക്ക് മനസ്സിലാൻ പറ്റാവുന്ന രീതിയിൽ ആക്കി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത്. അതാണ് ആള് പറയണത്. ഒരു സിലബസ് ഒക്കെ കൊണ്ടാ കുട്ടികൾ വരുന്നത്. വേറെ ഇവർക്ക് പഠിക്കാനുള്ള പോർഷൻസ് എല്ലാം കുറച്ച് വ്യത്യാസമായിട്ട്, പക്ഷെ നമ്മളങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്.
അവർക്ക് എന്താ എടുക്കണ്ടേന്ന് അവരോട് ചോദിച്ച് അത് ചാറ്റിൽ കൺവേർട്ട് ചെയ്ത് കുട്ടികൾക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവരോട് ഞാൻ പറഞ്ഞു. ഇപ്പോഴത്തെ ടീച്ചർ പറയുന്നത് മിസ്സേ, നിങ്ങൾ പ്ലാൻ കൊണ്ടുവരണം. നിങ്ങൾക്ക് അവിടെ നിന്ന് എന്താണോ ഗ്രാഫ് തരുന്നത് അത് കുട്ടികളെ പഠിപ്പിക്കാം. എന്നിട്ട് അതിന്റെ ലെസൺ പ്ലാൻ നിങ്ങൾ തയ്യാറാക്കി ഞങ്ങളെ കാണിച്ച് സൈൻ മേടിക്കണം എന്നാണ് പറയുന്നത്. ലെസൺ പ്ലാൻ പൊതുവെ നോട്ടിലല്ലേ എഴുതല്ലേ? കൂടുതലായിട്ട് അതെ, നമുക്ക് ഈ ട്രെയിനിങ്ങിന്റെ സെഷൻ വരില്ലേ മോണ്ടിസോറിയുടെ ഇപ്പൊ ടീച്ചിങ് കഴിഞ്ഞിട്ട് ട്രെയിനിങ്ങിന്റെ ആ ഒരു സെഷൻ ഉണ്ടല്ലോ, പ്രാക്ടിക്കൽ ഏരിയാസ്, അവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന ലെസൺ പ്ലാൻസ് കൂടുതലായിട്ട് നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് എടുക്കേണ്ടതായിട്ട് വരും. കാരണം ഈ പോർഷൻ തീരാനായിട്ട് 6 months ഉണ്ട്. പ്രാക്ടിക്കൽ ഏരിയ ബാക്കിയുള്ള 4 months ആണ്. അങ്ങനെ നമ്മുടെ ക്ലാസ് പോണതേ. ഞാൻ ഒന്ന് റെഫർ ചെയ്യട്ടെ, ടീച്ചറിനോടൊന്ന് ചോദിക്കട്ടെ ലെസൺ പ്ലാൻ എന്താ കൊടുക്കേണ്ടത്. ടീച്ചിങ് നോട്ട്സ് ആണ് മെയിൻ ആയിട്ട് കൊടുക്കാറ്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് നോക്കിയിട്ട്. എല്ലാ കോളേജിൽ നിന്നും കൊണ്ടുവരുന്നുണ്ട് മോണ്ടിസോറിക്കാര്. ട്രെയിനിങ്ങിന് വരുമ്പോ അവരുടെ ലെസൺ പ്ലാൻ കൊണ്ട് വന്നിട്ടാണ് കുറെ പേര് എടുക്കുന്നത്. നമുക്കത് അവൈലബിൾ അല്ല. അപ്പൊ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഓരോ സ്കൂളില് ഓരോ രീതിയിലാണ് നമ്മൾ ചെല്ലുമ്പോ അവരുടെ ടോപ്പിക് തന്നോളം നിർബന്ധമില്ല. നമ്മളോട് ചിലര് മോണ്ടിസോറി ആണെന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എങ്ങനെയാണോ പ്രൊവൈഡ് ചെയ്യുന്നത് ആ രീതിയിൽ എടുക്കാനാണ് പറയുന്നത്. അപ്പോ നമുക്കത് ഒന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞ ഉപകാരമായിരുന്നു. ഞാൻ പറയാം കേട്ടോ, അത് പ്രാക്ടിക്കൽ ഏരിയാസ് ആണ് എന്തായാലും ഈ പറയുന്ന ലെസൺ നമ്മൾ എടുക്കേണ്ടത്. പ്രാക്ടിക്കൽ ഏരിയാസ് ആണ് അവർക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ മിസ്സേ, അപ്പേ നമുക്ക് ആ ലെസൺ പ്ലാൻ എഴുതാനുള്ള ഒരു മെത്തേഡ് കൂടി ഒന്ന് പറഞ്ഞു തരണേ. നമുക്ക് ഇതുവരെ അങ്ങനെ അറിയില്ലല്ലോ, അതിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് ടീച്ചറിന് എന്താണെന്ന് അറിയാവോ? നെക്സ്റ്റ് ട്യൂസ്ഡേ. മോൻ എന്തായാലും ട്യൂസ്ഡേ കയറിയിട്ട് മിസ്സിനോട് റെഫർ ചെയ്യണം കേട്ടോ. കാരണം മിസ്സിന് ഇപ്പൊ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പിള്ളേരെ പഠിപ്പിച്ചിട്ടുള്ള ഇവിടെ പഠിപ്പിച്ചിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷെ ജിഷ് ടീച്ചർ ആവുമ്പോ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിപ്പിച്ചിട്ടുള്ള പരിചയമുണ്ട്, പോയിട്ടുമുണ്ട്. ഇതേപോലെ ട്രെയിനിങ്ങിന് വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയിട്ടുണ്ട് സെപ്പറേറ്റ്. അവിടെ നിന്ന് എന്താണ് ലെസൺ പ്ലാൻ കൊടുക്കുന്നതെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞുകൂടാ. നമ്മൾ ടീച്ചിങ് നോട്ട്സ് തന്നെ കൊണ്ടുപോകാറ് കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ഏരിയാസ് ആണ് നമ്മൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യണത് ഇങ്ങനെ ഹലോ മാം. പറഞ്ഞോണ്ടാ. മാം, ഞാൻ കഴിഞ്ഞ 4-ാം തീയതി ഞങ്ങളുടെ വീടിനടുത്തുള്ള KG സെക്ഷനിൽ കയറിയതാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് അവിടെ ലീവാണ്. അപ്പൊ അവിടെ ഞങ്ങൾ ആദ്യം ജോയിൻ ചെയ്തതിന്റെ അന്ന് തന്നെ അവിടുത്തെ ടീച്ചേഴ്സ് ഞങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഒരു പോർഷൻ ഞങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. അതാണ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചാർട്ട് ബേസ് ചെയ്യേണ്ടെന്നാണ് അവിടെ ടീച്ചർ പറഞ്ഞത്. ടെസ്റ്റ് ബേസ് ചെയ്ത് എന്താണോ പഠിപ്പിക്കേണ്ടതെന്ന് അവർ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞു. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് ചിലപ്പോ ചില സ്കൂളുകളിൽ ചാർട്ട് ബേസ് ചെയ്ത് വേണം പഠിപ്പിക്കാന്ന് പറയും. ഞങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ ക്ലാസ് മൊത്തം കഴിഞ്ഞിട്ട് ട്രെയിനിങ്ങിന് പോയവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇതിന്റെ കാര്യങ്ങളാണ് എടുക്കുന്നത്. നിങ്ങൾ ക്ലാസ്സിൽ തന്നെയാണല്ലോ ട്രെയിനിങ്ങിന് പോണത്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ BEd നമ്മൾ പോകുമ്പോ എങ്ങനെയാണ് ചാർട്ടൊക്കെ ബേസ് ചെയ്തു പോകാറുണ്ട്. അങ്ങനെയാണല്ലോ പോണത്. ചാർട്ടിന്റെ ആവശ്യം നിർബന്ധം പറഞ്ഞില്ല. അവര് തന്നെ ടെസ്റ്റിൽ അവർ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ടെസ്റ്റിന്റെ ഒരു ഭാഗം ഞങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മിസ്സേ, ഇവിടെ അതുപോലെ എടുക്കാൻ പോർഷൻ തന്നിട്ടുണ്ട്, ലെസൺ അവർ തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ അവിടുന്ന് എന്താണോ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറയുന്നത് അതിന്റെ ലെസൺ പ്ലാൻ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, മോളൊന്ന് ടെക്നിക്കൽ സ്റ്റുഡൻസിനെ ഒന്ന് വിളിച്ചിട്ട് ഇതൊന്ന് അന്വേഷിക്കണം. ലെസൺ പ്ലാനെ കുറിച്ചിട്ടൊന്ന് അന്വേഷിക്കണേ. ഈ ടെക്നിക്കൽ പ്രാക്ടിക്കൽ ഏരിയാസ് ആണ് ഈ പറയണേ കേട്ടാ. ഓക്കെ ഓക്കെ മിസ്സേ. ക്ലാസ് എത്തിയിട്ടില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു മിസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ബാച്ചിലേക്ക് കയറ്റാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നോക്കാം. അവിടെ ഒന്ന് ടെക്നിക്കൽ സ്റ്റുഡൻസിനെ ഒന്ന് വിളിച്ച് ഇതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. സെക്കൻഡ് റെക്കോർഡിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് റെക്കോർഡ് എല്ലാവരും കംപ്ലീറ്റ് ആക്കിയോ? കംപ്ലീറ്റ് ആക്കി. കുഴപ്പമില്ല, ക്ലാസ് ഒക്കെ ഓക്കെയാണ്. സ്നേഹ കംപ്ലീറ്റ് ആക്കിയോ? യെസ് മിസ്, എന്റെ നേരത്തെ കംപ്ലീറ്റ് ആണ്, 2 ആഴ്ച മുന്നേ. മാം, ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കണക്ക് സ്കൂളിൽ നിന്ന് ഫ്രീ ടൈം കിട്ടുന്നതനുസരിച്ച് കംപ്ലീറ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ച് തന്നെ അത് പ്രിപ്പയർ ചെയ്യണം. പിന്നെ സബ്മിഷൻ ഡേറ്റോ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യേണ്ടിട്ട് ആരും ഈ റെക്കോർഡ്
സ്കാൻ ചെയ്ത് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന പോലെ സബ്മിറ്റ് ചെയ്യേണ്ട റെക്കോർഡുകളല്ല. നിങ്ങളുടെ കയ്യിൽ അത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. കേട്ടല്ലോ? അതും മാം അപ്പോൾ സബ്മിറ്റ് ചെയ്യണ്ടേ? PDF ആക്കി അങ്ങനെ എന്തോ സബ്മിറ്റ് ചെയ്യണ്ടേ? ഇതിനാണ് നമ്മളുടെ വൈവേക്ക് വരുമ്പോഴാണ് ആ ഒരു കാര്യം തന്നെ കേട്ടോ. ഫസ്റ്റ് റെക്കോർഡ് കംപ്ലീറ്റ് ആക്കിയവർക്ക് സെക്കൻഡ് തുടങ്ങാമല്ലോ. സെക്കൻഡ് തുടങ്ങാം. സെക്കൻഡ് നമ്മൾ ഏതാ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞത് ഞാൻ എടുത്തിട്ട് കേട്ടോ. റെക്കോർഡ് വേണോ മിസ്സേ? അല്ല ഇതിന്റെ ബാക്ക് സൈഡിലൂടെ എഴുതാവോ? ഇല്ല, സെപ്പറേറ്റ് റെക്കോർഡ് തന്നെ കീപ്പ് ചെയ്യണം. ഇനി ഈ റെക്കോർഡുകളിൽ കുറെ പേജ് ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, ബാക്കി പേജ് ഉണ്ടല്ലോ, അത് നിങ്ങൾ സ്വന്തമായിട്ട് ഫില്ല് ചെയ്യാം. നമ്മൾ ഇവിടുന്ന് ടോപ്പിക്ക് തന്നിരിക്കണം. ആ ടോപ്പിക്കുകളല്ലാതെ ഒരുപാട് റൈമിംഗ് സോങ്സ് ഒക്കെ ഇഷ്ടമുള്ള റൈമിങ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യാം, അതെല്ലാം നിങ്ങൾ അതിൽ എഴുതി നിങ്ങളുടെ സെക്കൻഡ് റെക്കോർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്ന് മെൻഷൻ ചെയ്യോ? മെൻഷൻ ചെയ്തേ, ഞാൻ ലോഡാവണില്ല വെച്ചേ. എഴുതേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോ തന്നേക്കുന്നത് മാത്രം ഇൻഡെക്സിലേക്ക് എഴുതിയാൽ പോരെ. ബാക്കി എത്ര ചിലത് നിങ്ങൾക്ക് ഇതനുസരിച്ച് ആഡ് ചെയ്തോട്ടോ. മിസ്, അത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിനകത്ത് ചെയ്യണ്ടായിരുന്നു? വേണ്ട, ചെയ്താ മോൻ. ഞാൻ അറിയാതെ ചെയ്തു വിട്ടു. സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോണ്ടേ. അത് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, അല്ലാതെ കമ്പൽസറി ആയിട്ട് ഒരാളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം അങ്ങനെയല്ല. അത് നിങ്ങൾക്ക് നിങ്ങളുടെ അസറ്റ് ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം എന്നാ പറയണേ കേട്ടോ. ഓക്കെ. സെക്കൻഡ് റെക്കോർഡ് എന്തിന്റെയാ മിസ്? സ്റ്റോറി ആണോ? ഓക്കെ, നോക്കട്ടെ കേട്ടോ. സ്റ്റോറി ആണ് നമ്മൾ പറഞ്ഞതല്ലോ, സെക്കൻഡ് അല്ലേ പറഞ്ഞത്? മാം അപ്പൊ ആദ്യം പറഞ്ഞ സ്കാൻ ചെയ്തതെല്ലാം അവിടെ ചെയ്യണമെന്നല്ലേ പറഞ്ഞേ, അയക്കണമെന്നല്ലേ പറഞ്ഞേ? അത് ഞാനിങ്ങനെ ചോദിച്ചു. അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ എല്ലാ റെക്കോർഡും കൂടി സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് വൈവി വരില്ലേ, എക്സാമിന് മുമ്പായിട്ട് വൈവി ഉണ്ട്. അപ്പോഴാണ് ഈ റെക്കോർഡിന്റെ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് വരുന്നത്. ഈ റെക്കോർഡിന് ഞങ്ങൾ പിന്നെ സോങ് പ്രസന്റ് ചെയ്യാൻ പറയുമ്പോൾ അത് നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ സ്റ്റോറി പ്രസന്റ് ചെയ്യാൻ പറയുമ്പോൾ അതപ്പോ ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ വേണം. ഇതിപ്പോ നമ്മൾ ഇത്ര കമ്പൽസറി ആയിട്ട് പറഞ്ഞ് സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യിപ്പിക്കുന്നതല്ല. നിങ്ങൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് എന്ത് ചെയ്യാം, റെക്കോർഡ് പ്രിപ്പയർ ചെയ്യണം. അതേപോലെ ഇന്ന സ്റ്റോറി എഴുതണം അല്ലെങ്കിൽ ഇന്നത് കോപ്പി ഇന്നത് തന്നെ ചെയ്യണം എന്നൊന്നും ഞങ്ങൾ ഇവിടുന്ന് പറയുന്നില്ല. ആകെ 2 റെക്കോർഡുകൾ മാത്രമേ നിങ്ങളുടെ ക്രിയേഷന് വേണ്ടി വിട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്താണോ അതിൽ അഭിപ്രായം, ഒന്നാ സ്റ്റോറി അല്ലെങ്കിൽ ആ റൈംസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ബാക്കി എല്ലാവരും ഏകദേശം നമ്മൾ തന്നെ ടോപ്പിക് തന്നെ എടുത്ത് എഴുതേണ്ടതായിരിക്കും. ഇപ്പൊ ഈ മോറൽ സ്റ്റോറീസ് ഉണ്ടോ? ഹലോ, പറഞ്ഞോടാ മാം. ഞങ്ങളിപ്പം ആദ്യത്തെ ഫസ്റ്റ് റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്പർ സോങ് ആണെങ്കിൽ അത് 2 എണ്ണം വെച്ചിട്ടാണ് എഴുതി വെക്കൊണ്ടിരുന്നത്. അപ്പൊ സ്റ്റോറി അങ്ങനെ തന്നെയാണോ? 2 സ്റ്റോറി വെച്ചിട്ടാണോ? ഈച്ച് വൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ആ റെക്കോർഡിൽ ഇത്രയും എഴുതി കഴിയുമ്പോൾ സ്പേസ് ഉണ്ടെങ്കിൽ ഒരെണ്ണം കൂടി എഴുതിയെന്ന് വെച്ചാൽ പ്രശ്നവും ഇല്ല. ഓക്കെ. അപ്പൊ പിക്ചറും പേസ്റ്റ് ചെയ്യണമല്ലോ സ്റ്റോറി ബേസ് ചെയ്തിട്ട്? പേസ്റ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. ഒരാൾ ചോദിക്കും മാം, 100 പേജിന്റെ നോട്ട്സ് മതിയാവോന്ന് ചോദിച്ചു. അത് നിങ്ങൾക്ക് 100 പേജിന്റെ പറ്റില്ല മക്കളെ. കാരണം റെക്കോർഡ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ റെക്കോർഡ് എക്സാമിന്റെ പർപ്പസിന് അല്ലെങ്കിൽ വൈവയുടെ പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ റെക്കോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റെക്കോർഡ് ബാക്കി നമ്മൾ +2 പഠിച്ചപ്പോൾ ഒരുപാട് സയൻസിൽ റെക്കോർഡൊക്കെ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. ആ റെക്കോർഡുകൾ പോലെയല്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ യൂസ് ഇല്ല പിന്നെ. പക്ഷെ ഇവിടുത്തെ റെക്കോർഡുകൾ എങ്ങനെയാണെന്ന് അറിയാവോ, വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ പഠിപ്പിക്കാനൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു റെഫറൻസ് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് യൂസ് ചെയ്യാൻ പറ്റും. അതിലത്തെ സോങ്സ് പഠിപ്പിക്കാൻ പറ്റും, അതിലത്തെ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒരു റെഫറൻസിന് വേണ്ടി ഒരുപാട് കാലത്തേക്ക് നമ്മൾ ഈ ഒരു പ്രൊഫഷൻ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് വന്നവരാണല്ലോ. നിങ്ങൾക്ക് ഭാവിയിൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ റെക്കോർഡ്. നിങ്ങളുടെ ഒരു അസറ്റ് ആണ്. നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ എന്താണ് കുറച്ച് സർട്ടിഫിക്കറ്റുകൾ തരും. അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടും. അവിടെ ചെന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് എന്താണ്. ഈ റെക്കോർഡുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു പ്ലാൻ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കുട്ടികളെ എന്ത് പഠിപ്പിക്കണം എന്നുള്ളതൊക്കെ ഇതിലുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റും. ഇതൊരു അസറ്റ് ആയിട്ട് സൂക്ഷിക്കേണ്ടതാണ്.
അത് ഇപ്പം ബുക്കുകളിലൊക്കെ ചെയ്യണേക്കാൾ നല്ലത്, ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ റെക്കോർഡ് ബുക്കിൽ എഴുതണേന്ന്. എന്നാലും നമുക്ക് ആ ഒരു സീരിയസ്നെസ്സിനോട് കൂടി അത് അതിനോട് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് വൈവേക്ക് വരുമ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അതിൽ നിന്നായിരിക്കും ഞങ്ങൾ എന്ത് ചെയ്യണത്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് മാം നോട്ട് ബുക്കിന്റെ കാര്യമല്ല പറഞ്ഞത്, 100 പേജിലെ റെക്കോർഡ് നോട്ട് മതിയോന്ന് വെച്ചത്. 100 പേജുള്ള റെക്കോർഡ് മതി, പേജ് കുറവുള്ള റെക്കോർഡ് മതി. അതാ ഞാൻ ചോദിച്ചത് മാം. 100 പേജിന്റെ റെക്കോർഡ് ഉണ്ട്. മിസ്സേ വൈവയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു പറഞ്ഞല്ലോ, റെക്കോർഡിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ ഈ റെക്കോർഡില് പല ടൈപ്പ് സോങ്സ് എഴുതിയിട്ടുണ്ടല്ലോ ഞങ്ങള്, അപ്പൊ അതിലത്തെ തന്നെ പറയണം, അങ്ങനെയുണ്ടോ? നിങ്ങൾ ഏതാണ് പ്രിപ്പയർ ചെയ്ത് അത് പ്രസന്റ് ചെയ്താൽ മതി. അത് ആ ഒരു ടൈമില് ടീച്ചർമാർ അത് ശ്രദ്ധിച്ചോളൂ, നോക്കിക്കോളും. അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞോന്നുള്ളൂ കേട്ടോ. മിസ്സേ ഞാനേ ക്ലാസ്സിലാണ്, അപ്പൊ ഇവിടെ ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ട് കുട്ടികൾക്ക്. എന്താണ്? ഞാനേ ക്ലാസ്സിലാണ്, അപ്പൊ ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ട് കുട്ടികൾക്ക്. അപ്പൊ അതുകൊണ്ട് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് പറയുന്നാണെങ്കിലേ അതൊന്ന് ആരെങ്കിലും ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തേക്കാവോ? ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് ഷെയർ ചെയ്തേക്കും. ഓരോ സ്റ്റോറീസ് ആണ്, ഇതിൽ ഓരോന്നും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാൻ നിങ്ങളുടെ സ്വന്തം കണ്ടെത്തലാണ്. ഞാൻ ഇത്രയും കാര്യങ്ങൾ മാത്രമേ, ടോപ്പിക് മാത്രമേ തരുള്ളൂ നിങ്ങൾക്ക്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്രിയേഷനിൽ നിന്ന് വന്നതാണ്. ഞാനിപ്പോ ഇതിന്റെ റെക്കോർഡ് എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന സ്റ്റോറിയാണ് ഇന്നത്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കും, അത് കോപ്പി ചെയ്യണ പോലെ ആവും. അത് വേണ്ട. ഒരു മോറൽ സ്റ്റോറി, നമുക്കറിയാം മോറൽ സ്റ്റോറി എന്താണെന്ന്. അങ്ങനത്തെ ഒരു സ്റ്റോറി കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ഏതാണ്? ഞാൻ ലെഫ്റ്റ് ആയിക്കോട്ടെ മിസ്സേ, അവർക്ക് ഫുഡ് കൊടുക്കാൻ സമയമായിട്ടുണ്ട്. റെക്കോർഡ് ക്ലാസ് കണ്ടാൽ മതി. ഓക്കെ മിസ്, താങ്ക് യു. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, മോറൽ സ്റ്റോറീസ് ഈച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ റെക്കോർഡ് അത്ര സ്പേസ് ഉണ്ടല്ലോ, 100 പേജൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് 2 സ്റ്റോറീസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. ഇപ്പൊ മിനിമം ഒരു സ്റ്റോറി എന്നേ ഞങ്ങൾ പറയണുള്ളൂ ഇവിടുന്ന്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം എത്ര എണ്ണം വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങളുടെ റെക്കോർഡിനനുസരിച്ച്, നിങ്ങളുടെ റെക്കോർഡ് പേജസിനനുസരിച്ച് അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് വെക്കുന്നത് ഏറ്റവും നല്ലത്. ആ റെക്കോർഡ് മൊത്തം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം, എല്ലാ പേജും ഫില്ലാക്കി വെക്കാം കേട്ടോ. നെക്സ്റ്റ് എന്താ എന്നൊക്കെ പറയണത് മറ്റേ ഈ പുരാണ കഥകളാണ് മിസ്. പുരാണ കഥകൾ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള മിത്തോളജി ആയിട്ടുള്ള റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് മലയാളത്തിൽ. അത് ഞാൻ പറഞ്ഞു, അല്ല നിങ്ങൾ അതൊക്കെ സെർച്ച് ചെയ്ത് നോക്ക്. പിന്നെ പിക്ടോറിക്കൽ സ്റ്റോറീസ്, ഇത് ഓരോന്നും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്ക്. നാളെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇതൊന്ന് ഈ സ്റ്റോറീസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. നിങ്ങൾ തന്നെ നോക്കി ടോപ്പിക്കിന് മാത്രം ഒന്ന് പ്രൊവൈഡ് ചെയ്താൽ മതി എന്നാ പറഞ്ഞത്. കാരണം എക്സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അതെന്നെ കോപ്പി ചെയ്യണതായിട്ട് മുമ്പുള്ള ബാച്ചുകളിൽ കാണുന്നത്. അപ്പൊ ഇതൊന്ന് നോക്കുക, ഒന്ന് റെഫർ ചെയ്യാം. തിങ്കളാഴ്ച നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം തിങ്കളാഴ്ച ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൽ ടോപ്പിക് തന്നിട്ടുണ്ട്, ഇതിന്റെ സ്റ്റോറീസ് ഒക്കെ നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് തിങ്കളാഴ്ച ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇൻഡെക്സ് എഴുതേണ്ട ആവശ്യമില്ലേ ഇപ്പൊ? എഴുതണ്ട, ഇൻഡെക്സ് എഴുതേണ്ടത് കംപ്ലീറ്റ് ചെയ്തിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ. ഇതിന് പിക്ചറൊക്കെ ഒട്ടിക്കണോ ടീച്ചർ? എന്താണ്? ഇതിന് പിക്ചറൊക്കെ ഒട്ടിക്കണോ? ഇതിലും പിക്ചറൊക്കെ ഒട്ടിക്കണം. നമ്മളിപ്പോ ഒരു സ്റ്റോറി എഴുതാണെങ്കിൽ ആ സ്റ്റോറിയിൽ റെലവെന്റ് ആയിട്ടുള്ള പിക്ചേഴ്സ് നിങ്ങൾക്ക് അതിൽ പേസ്റ്റ് ചെയ്യാൻ പറ്റും. പ്രസന്റേഷൻ കറക്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ, നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും. ഡ്രാമ റെക്കോർഡിൽ എഴുതും. ഡ്രാമ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ ഡ്രാമാസ് ഒരു കോൺവെർസേഷൻ ടൈപ്പ് ആയിരിക്കുള്ളൂ ഡ്രാമ. അങ്ങനെ ആയിരിക്കും, ഒരാള് ഇന്ന കാര്യം പറയും, നെക്സ്റ്റ് ഇപ്പൊ കോൺവെർസേഷൻ ടൈപ്പ് ആയിരിക്കും ആ ഒരു സ്ക്രിപ്റ്റ് എഴുതണ്ടേ കേട്ടോ. നമ്മളിപ്പോ നാടകത്തിന്റെ ഒക്കെ സ്ക്രിപ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ മലയാളത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ഇംഗ്ലീഷില് ഡ്രാമ സ്ക്രിപ്റ്റ് എനിക്ക് തോന്നുന്നത് ഒരു 5th 6th സ്റ്റാൻഡേർഡിലുള്ള കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അതൊന്നും എടുത്ത് അവർ ഇംഗ്ലീഷ് ടെസ്റ്റ് എടുത്തൊന്ന് റെഫർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഡ്രാമ സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഒരു പോർഷനിൽ, ആ ഒരു സിലബസിൽ ഉണ്ട്. ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും, ചിലപ്പോൾ ഹിന്ദിയിലായിരിക്കും കേട്ടോ. നോവൽ എസ്പെഷ്യലി ഫോർ ചിൽഡ്രൻസിന് വേണ്ടിയിട്ട് എന്തൊരു നോവൽസ് ക്രിയേറ്റ് ചെയ്യാം. നോവൽസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇതിൽ ഓരോ സ്റ്റോറീസ് ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഓരോ സ്റ്റോറീസ് ഒക്കെ ഉണ്ടാവില്ലേ ടീച്ചർ? എന്നുവെച്ചാല് ഇപ്പൊ ഞങ്ങളിപ്പോ എഴുതിയ ഓരോ സ്റ്റോറി ഒക്കെ
ഇപ്പൊ ഒരു സോങ് എഴുതിയില്ലേ, ആ സോങ്ങിൽ ഞങ്ങൾ കുറേയൊക്കെ തിരയുമ്പോ നല്ല നല്ല സോങ്ങുകൾ കിട്ടുന്നുണ്ട്. കുട്ടികൾക്ക് കുറെ ഇംഗ്ലീഷ് പഠിക്കാനും ചെറിയ ചെറിയ സെന്റൻസുകൾ പഠിക്കാനൊക്കെ പറ്റിയ. പക്ഷെ ഞങ്ങൾക്ക് അത് ഞങ്ങള് ഫസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യല്ലേ സംഭവം. അപ്പൊ അത് കിട്ടിയ കുട്ടികളുണ്ടാവും, കിട്ടാത്ത കുട്ടികളുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ടീച്ചറൊക്കെ ഇത് കുറെ എക്സ്പീരിയൻസ് ചെയ്തോണ്ട് ടീച്ചർക്കൊക്കെ അറിയില്ല, നല്ല മോറൽ സ്റ്റോറികളൊക്കെ ടീച്ചറുടെ അടുത്തൊക്കെ തന്നെ ഉണ്ടാവില്ല. ഞങ്ങൾക്ക് പറഞ്ഞു തന്നൂടെ? ഞങ്ങളുടെ ഇത് തന്നു കഴിഞ്ഞാല് നിങ്ങളെല്ലാവരും എല്ലാവരും അത് തന്നെ കോപ്പി ചെയ്യും. പക്ഷെ ഓരോരുത്തരും ഓരോ നാട്ടിലുള്ള കുട്ടികളല്ലേ? അത് അങ്ങനെ കൊടുക്കണ്ടെന്ന് പറഞ്ഞെടുത്ത് ഞാനിപ്പോ ഇന്ന് ഇതിന്റെ എന്താ പറയാ ആക്ഷൻ സ്റ്റോറി ബുക്കിന്റെ സ്കാൻ ചെയ്തൊക്കെ അത് നിങ്ങൾ കാണിച്ചു തരാനൊക്കെ വിചാരിച്ചതാണ്. അപ്പൊ അങ്ങനെ പ്രൊവൈഡ് ചെയ്യരുതെന്ന് റിക്വസ്റ്റ് വന്നു. കാരണം ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെ ക്രിയേഷൻ ആണ്. ഓക്കെ, ക്രിയേഷൻ ആണ്. പക്ഷെ നിങ്ങൾ തരുന്ന നല്ല മോറലായിട്ടുള്ള നല്ലൊരു സ്റ്റോറിയും കാര്യമൊക്കെ ഞങ്ങളെ ഈ മോണ്ടിസോറിന്റെ കുട്ടികളുടെ അടുത്ത് നിന്ന് കിട്ടാന്ന് പറയുമ്പോ കുട്ടികൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആവില്ലേ? നമുക്ക് ഈ റെക്കോർഡ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം ഞങ്ങളുടെ റെക്കോർഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, ഏതൊക്കെ സ്റ്റോറീസ് ആണ് ഇട്ട് തരാം. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ? അത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചെയ്യാൻ സോങ്ങിന്റെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോ ഞങ്ങൾക്ക് എഴുതാൻ പറ്റില്ലല്ലോ, ടീച്ചർ പറഞ്ഞു തരുന്ന നല്ല മോറൽ ആയിട്ടുള്ള പറ്റില്ലല്ലോ. ഞങ്ങൾ ഓൾറെഡി എഴുതി കഴിഞ്ഞില്ലേ? ഓക്കെ, ഇത് ഞാൻ പറയണത് റൈമിംഗ് സോങ്സ് ഒരു ദിവസം ഞങ്ങളുടെ റൈംസ് ഒരു ദിവസം പ്രസന്റ് ചെയ്യണം, അതല്ലേ പറഞ്ഞത്? ഇനിയിപ്പൊ ഞാൻ അടുത്ത് തരുന്നതാണ് ചോദിക്കുന്നത്. ടീച്ചർ തരാണെങ്കിൽ ഞങ്ങൾ അത് എഴുതിയെടുക്കുന്നുണ്ടല്ലോ. ഓരോ നാട്ടിലെ കുട്ടികളല്ലേ ഇതിലുള്ള പങ്കെടുക്കുന്നത്. പക്ഷെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഞങ്ങൾക്ക് കിട്ടിക്കോണമെന്നില്ല. തപ്പുമ്പോ ഞങ്ങൾ ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കുകയാണ് ചെയ്യാ. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാറ്. നമ്മൾ ഈ യൂട്യൂബ് നോക്കിയിട്ടും ഗൂഗിൾ നോക്കിയിട്ടും കണ്ടിരിക്കാനല്ലോ ചെയ്യുന്നത്. യൂട്യൂബും ഗൂഗിളൊക്കെ നോക്കി സെർച്ച് ചെയ്ത് നമ്മുടെ ഒരു ക്രിയേഷനിൽ ഓരോ ഇമേജുകൾ പേസ്റ്റ് ചെയ്ത് അത് സ്വന്തം എഫേർട്ടിൽ എടുക്കണം. എടുത്ത് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ഇതാണ്. നമുക്ക് ആ റെക്കോർഡിനോട് കമ്മിറ്റ്മെന്റ്സ് കൂടുതലായിരിക്കും. അതല്ല ഇപ്പൊ ഞാൻ പ്രാക്ടീസിന്റെ റെക്കോർഡ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് ഞാൻ റെക്കോർഡ് ഇവിടെ കാണിച്ചിട്ട് എന്റെ PDF പോലെ കാണിച്ചിട്ട് അതാണ് എഴുതണത്. പക്ഷെ നിങ്ങൾക്ക് ആ റെക്കോർഡിനേക്കാളും കൂടുതൽ കമ്മിറ്റ്മെന്റ്സ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത റെക്കോർഡുകളോടായിരിക്കും. അത് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? സ്റ്റോറി എഴുതുമ്പോ ഒരു സൈഡില് നമ്മൾ സ്റ്റോറി എഴുതിയിട്ട് അപ്പുറത്തെ സൈഡില് പിക്ചർ പേസ്റ്റ് ചെയ്താൽ മതിയോ? അങ്ങനെ മതി. അത് ഓരോ സിറ്റുവേഷൻ എഴുതിയിട്ട് അതിന്റെ താഴെ പിക്ചർ ഒട്ടിക്കണോ? അതൊക്കെ നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് ആ സ്റ്റോറി ഉദ്ദേശിക്കുന്നത്, ആ ഒരു തീം ബേസ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് നമ്മൾ പേസ്റ്റ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. ഇപ്പം ഈ പിക്ചർ സ്റ്റോറീസ് പറഞ്ഞേക്കണത് മിസ്സേ, സ്റ്റോറിയുടെ ഇടയ്ക്ക് ചെറിയ ചെറിയ പിക്ചറുകൾ ഒട്ടിച്ചല്ലേ നമുക്ക് ആ ഒരു പിക്ചർ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? അതായാലും മതി, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇപ്പോഴാണ് നിങ്ങളുടെ ഓരോരുത്തർ അങ്ങനെ ചെയ്യണമെങ്കിൽ ഫുൾ ബ്ലാങ്ക് ആയിട്ടുള്ള റെക്കോർഡ് ആണെങ്കിൽ ഈ കുട്ടി പറഞ്ഞ പോലെ അത് നല്ല രസമായിരിക്കും. കുറച്ച് ഡയലോഗ് പിന്നെ അതിനായി ബേസ് ചെയ്ത് പിക്ചർ, അങ്ങനെയാണ് ശരിക്കും പിക്ചർ സ്റ്റോറി വരേണ്ടത്. ഇതിപ്പോ നമ്മൾ 5 റെക്കോർഡ് ഓൾറെഡി പറഞ്ഞതുകൊണ്ട് ലൈൻ ഉള്ളത് വാങ്ങി വെച്ചു പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അതിപ്പോ നമ്മളുടെ ഈ എഴുതുന്ന സ്ഥലത്ത് പിക്ചർ പേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പക്ഷെ മാം ഇത് വൺ സൈഡ് ലൈനും വൺ സൈഡ് ബ്ലാങ്ക് ആയതുകൊണ്ട് ഇനി അങ്ങനെ ചെയ്ത് അത് ബോറായിരിക്കും. ഓൾറെഡി സ്റ്റോറി ബുക്കിന് ഫുൾ ബ്ലാങ്ക് ഉള്ള ഒരു റെക്കോർഡ് ബുക്കാണ് വാങ്ങിയെങ്കിൽ ഈ കുട്ടി പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ ശരിക്കും ഇപ്പൊ തേഴ്സ്റ്റിക് അവന്റെ ഒരു സ്റ്റോറി ആണെങ്കിൽ കുറച്ച് ഡയലോഗ്സ് എഴുതണം, കുറച്ച് തേഴ്സ്റ്റിക് അവന്റെ ആ പിക്ചർ പേസ്റ്റ് ചെയ്യുമ്പോഴാണ് സ്റ്റോറി ബുക്ക് പോലെ ശരിക്കും വരിക. ഇതിപ്പോ വാങ്ങി വെച്ചു പോയില്ലേ? ഇപ്പൊ നമ്മൾ റൈം ചെയ്തതില് റൈറ്റ് സൈഡിൽ ചിത്രം ഒട്ടിച്ചവരൊക്കെ ഉണ്ട്. നമ്മൾ ഓരോരുത്തരുടെ ആ ഒരു ഇതനുസരിച്ച് ചെയ്താൽ പോരെ മിസ്സേ, അല്ലാണ്ട് വൃത്തികേടാവുക എന്നുള്ളതൊന്നും അങ്ങനെ ഇല്ല. അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെ നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെയാണ് സ്റ്റോറിയുടെ ഒപ്പം തന്നെ ഇപ്പൊ അത് കാര്യം പറഞ്ഞ് അപ്പൊ തന്നെ പിക്ചർ വേണമെങ്കിൽ അതേപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെ ക്രിയേഷൻ ആണ് അവിടെ വേണ്ടത്. അല്ലാതെ നിർബന്ധമൊന്നുമില്ലേ നിങ്ങൾ പോലെ ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരുടെ ക്രിയേഷൻ വരണം. ഈ ഒരു 2 കാര്യത്തിൽ മാത്രം മാക്സിമം ഈ റൈംസിലും സ്റ്റോറിയിലും മെയിൻ ആയിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ ക്രിയേഷൻ ആണ് വേണ്ടത്. ഞാനിപ്പോ റൈം റെക്കോർഡ് ചെയ്തല്ലോ അതില് നമ്മൾ റൈറ്റ് സൈഡിൽ ചിലപ്പോ എക്സ്ട്രാ പിക്ചേഴ്സ് ഒക്കെ കിട്ടിയപ്പോ ഒരു റൈമിനോട് മാച്ച് ആവുന്ന പിക്ചേഴ്സ് കിട്ടുമ്പോ നമ്മള് ചെറുതൊക്കെ ആണെങ്കിൽ റൈം എഴുതിയ സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. കാരണം അങ്ങനെ പറഞ്ഞെന്ന് പിക്ചറുകൾ വേണമെന്ന് മാത്രമേ നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുള്ളൂ. ഇൻസ്ട്രക്ഷൻ എന്ത് പറഞ്ഞുള്ളൂ, പിക്ചറുകൾ വേണം.
പിക്ചറൈസേഷൻ വേണം. ഒന്നില്ലെങ്കിൽ വരയ്ക്കുക, അല്ലെങ്കിൽ ലേബൽ ചെയ്യേ, അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യേ, ആയാലും കുഴപ്പമില്ല. പക്ഷെ പിക്ചറുകൾ വേണം. മിസ്സേ ഈ സ്റ്റോറീസ് വൺ പേജിൽ തന്നെ നിൽക്കണോ? എന്താണ്? ഈ സ്റ്റോറി എഴുതുമ്പോഴേ ഒരൊറ്റ പേജിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, നെക്സ്റ്റ് പേജിലേക്ക് എഴുതാൻ പറ്റും? അങ്ങനൊന്നുമില്ല. അപ്പോൾ നമുക്ക് എത്ര പേജ് എടുക്കാൻ പറ്റുമോ അത് 2 പേജ്. ഇപ്പൊ പിക്ചറൊക്കെ ഒട്ടിച്ച് വരുമ്പോൾ ചിലപ്പോൾ 3 പേജൊക്കെ വരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കംപ്ലീറ്റ് ചെയ്യണം. സെക്കൻഡ് റെക്കോർഡ് എന്നത്തേക്ക് നമ്മൾ ഡേറ്റ് ഒന്ന് ആലോചിക്കാവോ മിസ്? സൺഡേത്തേക്ക് നിങ്ങൾ ഇതെല്ലാം റെഫർ ചെയ്യണം. കാരണം സാറ്റർഡേ സൺഡേ ടൈം ഉണ്ടെങ്കിൽ സ്റ്റോറി ബുക്കിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, കാര്യങ്ങൾ ഒന്ന് സെർച്ച് ഒക്കെ ചെയ്ത് നോക്കിയതിനെ കുറിച്ചിട്ടാണ്. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ മൺഡേ ക്ലിയർ ചെയ്യണം. അധികം വൈകിക്കരുത്, മൺഡേ ക്ലിയർ ചെയ്യണം. ഈ നെക്സ്റ്റ് റെക്കോർഡ് എന്നത്തേക്ക് സബ്മിറ്റ് ചെയ്യും നിങ്ങൾ തന്നെ പറയണം ഡേറ്റ്, ഞാൻ പറയില്ല. ടൈം ഇല്ല കേട്ടോ. നമ്മള് ഏത് മാസമാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്? നമ്മള് മിസ് പറയുവാണെങ്കിൽ ഞങ്ങൾ ആ സമയത്ത് അങ്ങോട്ട് സബ്മിറ്റ് ചെയ്യും. അതാണ് മിസ് ഒരു ഡേറ്റ് പറഞ്ഞാൽ മതി. നോക്കട്ടെ കേട്ടോ. നമ്മൾ ഏത് ബാച്ചാണ്? ജൂലൈ ബാച്ച്, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരിക്ക് നമുക്ക് ഫസ്റ്റ് കുട്ടികളുടെ എക്സാം വരും. ഓക്കെ, ഡിസംബർ എന്നത്തേക്ക് വേണം? ഡിസംബർ ഫസ്റ്റ് വീക്ക് പറ്റോ, സെക്കൻഡ് വീക്ക് പറ്റോ? സെക്കൻഡ് വീക്ക് ഓക്കെ ആവും. ഡിസംബർ ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. ഡിസംബർ 13 ഏത് റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യണം? സെക്കൻഡ് റെക്കോർഡ് ആക്ഷൻ സ്റ്റോറി ബുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഡിസംബർ 13 മുമ്പ്. 13 എന്റെ ക്ലാസ് ആണ്, ഫ്രൈഡേ ആണ്. അതുകൊണ്ട് ഞാൻ അന്നത്തേക്ക് വെച്ചിരിക്കുകയാണ്. പിന്നെ 14, 15 ഇതാണ്. ഞാൻ ഈ ടൈം പറയണത് നിങ്ങൾ അത് നല്ലൊരു സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ റെക്കോർഡ് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ജൂലൈ 25 ഡിസംബർ അത്ര ടൈം തന്നെ വേണ്ട തോന്നുന്നു. കാരണം ഇത് അധികം ഓരോന്നല്ലേ എഴുതാനുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് മോറൽ സ്റ്റോറീസ് ആണെങ്കിൽ 1, 2, 3 ആഡ് ചെയ്തു, കുഴപ്പമില്ല. പേജസ് ഉണ്ടെങ്കിൽ ഇനി എന്റെ അഭിപ്രായത്തിലാണെങ്കിൽ ആ പേജസ് നോക്കിയിട്ട് 2 സ്റ്റോറീസ് ഒക്കെ ആഡ് ചെയ്തു, നിങ്ങളുടെ ഇഷ്ടത്തിന് പോലെ. അതല്ല, ഇനി വെക്കേഷൻ വരികയാണല്ലോ. വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ തീരെ നമുക്ക് അടുത്തത് തുടങ്ങാനുള്ള ഒരു ടൈം ഉണ്ടാവില്ല. പിള്ളേർ വീട്ടിലുണ്ടാവുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇത് എന്തെങ്കിലും ചെയ്യാതിരിക്കുമ്പോൾ അവർക്ക് അയൺ വേണം, പെൻസിൽ വേണം പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ കുട്ടികൾ എപ്പോഴും കംപ്ലീറ്റ് ആവുമ്പോ അതിനനുസരിച്ച് പറഞ്ഞാ പോരെ. ഇപ്പൊ പറഞ്ഞ ഡേറ്റ് അങ്ങനെ വെക്കുക. ഇനിയിപ്പോ ഒരുവിധം കംപ്ലീറ്റ് ആവുമ്പോ നമ്മൾ അറിയിച്ചാ പോരെ. അപ്പൊ മിസ് അടുത്തത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. മിസ് ഡിസംബർ 13 തന്നെ കംപ്ലീറ്റ് ചെയ്താൽ മതി മിസ്സേ. അത് കഴിഞ്ഞിട്ട് അടുത്തിട്ട് പറയാം. ഡിസംബർ 13 തന്നെ കംപ്ലീറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് അടുത്തിട്ട് പറഞ്ഞോളൂ. കുറച്ച് ഇമേജസ് ഒക്കെ പേസ്റ്റ് ചെയ്യാനാണ്. വേറെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള റെക്കോർഡാണ്. വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. മൈ കളക്ഷൻ ബുക്ക് സിമ്പിൾ ആണ്. നിങ്ങൾക്ക് എഴുതാനോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താനോ ഒന്നുമില്ല. ഇമേജസ് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഫോണാണ്. അത് കുഴപ്പമുണ്ടാവില്ല. പിന്നെ വരുന്നത് പസിൽസ് കുഴപ്പമില്ലാത്ത റെക്കോർഡാണ്. പസിൽസ് വേണമെങ്കിൽ ഞാൻ കുറച്ച് എക്സാമ്പിൾ ഒക്കെ പറഞ്ഞുതരാം. മിസ്സേ പസിൽസ് മറ്റേ മിസ്സേ കളക്ഷൻ ബുക്ക് അതിലാകുമ്പോ കുറെ കളക്ട് ചെയ്ത് വെച്ചാൽ മതിയല്ലേ? അത് കളക്ട് ചെയ്ത് വെക്കണം. അത് നിങ്ങൾ കുറച്ച് ടൈം തന്നത് കളക്ട് ചെയ്ത് വെക്കണം. കാരണം നമുക്ക് ജൂൺ വരെ ഉണ്ട്. അപ്പൊ ഞങ്ങളോട് പറഞ്ഞിരിക്കണം 3 റെക്കോർഡ് കംപ്ലീറ്റ് ആക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് റെക്കോർഡ് വേണോ? ഈ 2 റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാം. ജനുവരിയിലെ എക്സാമിന് നമുക്ക് റെക്കോർഡ് വേണ്ടല്ലോ? വേണ്ട, മെയിൻ എക്സാമിനായിരിക്കും റെക്കോർഡ്. മോഡൽ എക്സാമിന് വേണ്ട വരില്ല, റെക്കോർഡിലും വേണ്ട വരില്ല. എനിക്ക് അറിഞ്ഞൂടാ, അത് ഞാൻ ക്ലാരിഫൈ ചെയ്യട്ടെ. കാരണം വൈവേ ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്ത റെക്കോർഡ്സിന്റെ വൈവേ മോഡൽ വൈവേ എങ്ങനെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. മാം ജനുവരിയിലാണോ ആദ്യത്തെ എക്സാം വരുന്നത്? ഡീറ്റെയിൽസ് ഒന്നും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റൂല. അത് അവർ ഒഫീഷ്യൽ ആയിട്ട് നിങ്ങൾ അറിയിക്കണായിരിക്കും. ഞാൻ എന്റെ വ്യൂ പോയിന്റ് 6 months കഴിയുമ്പോൾ ഫസ്റ്റ് എക്സാം വരുന്നതാണ്. അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. നമ്മളുടെ റെക്കോർഡ് അതിന് മുമ്പ് കംപ്ലീറ്റ് ആക്കണം. ഇത്ര റെക്കോർഡ് കംപ്ലീറ്റ് ആക്കണമെന്നുണ്ട്. അതിലും ഒരു പ്രോപ്പർ ക്ലാരിഫിക്കേഷൻ 3 റെക്കോർഡാണോ അല്ലെങ്കിൽ 4 എണ്ണമാണോ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിക്കട്ടെ. അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കട്ടെ. കാരണം
ഞാൻ ചോദിക്കട്ടെ, ബാക്കി എല്ലാ ബാച്ചിനും ജിഷ് ടീച്ചറാണ് റെക്കോർഡ് കൊടുക്കുന്നത്, ഈ ബാച്ചിന് മാത്രം റെക്കോർഡ് ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്തുള്ളൂ. അപ്പൊ ഞാൻ ജിഷ് ടീച്ചറിനോടൊന്ന് ചോദിക്കട്ടെ കേട്ടോ. ടീച്ചർ ഒരു സർവേ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സർവേ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടുത്ത് നിങ്ങൾ സർവേ ചെയ്തു തുടങ്ങിയോ? അല്ലെങ്കിൽ ഈ റെക്കോർഡ് കംപ്ലീറ്റ് ആയിട്ട് ഇടാന്നാ ജിഷ പറഞ്ഞത്. മിസ് അത് പ്രിപ്പയർ ചെയ്തിട്ടില്ല അത്ര ക്വസ്റ്റ്യൻ ഡയറി. അപ്പൊ അത് മിസ് ചെയ്തിട്ട് അയക്കാന്ന് പറഞ്ഞത്, ക്ലാസ് റൂമിൽ ഇടാന്നാ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ജിഷ മിസ്സിന്റെ സർവേയുടെ ക്വസ്റ്റ്യൻസ്. അത് ഇതൊക്കെ സെൻഡ് ചെയ്ത് തന്നോ? ഇതിലെന്ത് എഡിറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയണ്ടായി മിസ്. വേഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടൊക്കെ അയക്കാന്ന്, വേഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അയക്കാന്ന് പറയണ്ടായി. കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണമെങ്കിൽ ആ ഒരു ജിഷ മിസ്സും പറഞ്ഞായിരുന്നു മിസ്സേ. ഓക്കേടാ. നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, സർവേകൾ നടത്താനായിട്ട് നോക്കാം കേട്ടോ. ഫസ്റ്റ് റെക്കോർഡിന്റെ ഇൻഡെക്സ് എഴുതണോ? ഫസ്റ്റ് റെക്കോർഡിന്റെ ഇൻഡെക്സ് ഇനി എഴുതാൻ പറ്റും. കംപ്ലീറ്റ് ആയോ നിങ്ങളുടെ? കംപ്ലീറ്റ് ആയി. ഇനി കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ പേജ് നമ്പറുകൾ കൊടുക്കാം. റെക്കോർഡുകൾക്ക് പേജ് നമ്പർ കൊടുത്തിട്ട് ഇൻഡെക്സ് വേണമെങ്കിൽ എഴുതി തുടങ്ങും കേട്ടോ. ഇൻഡെക്സ് എഴുതുമ്പോ ഇന്നതാണ്. ഇപ്പൊ ഏതാണ് നമ്പർ സോങ് ആണെങ്കിൽ നമ്പർ സോങ് ഒരു 8 to 6 ആണെങ്കിൽ 2 പേജ് ആയിരിക്കുമല്ലോ. 8 to 6 എഴുതാം. 6 പേജ് എഴുതാം. ചെറുത് ആദ്യം വലുത് പിന്നെ. ഇപ്പൊ ഇനി ആൽഫബറ്റിക് സോങ്സ് ആണെങ്കിൽ 2 to 4 അങ്ങനെ നമ്പേഴ്സ് ഇട്ട് പോകാം. എത്ര പേജ് ഉണ്ടോ ആ ഒരു ടോപ്പിക്ക് അത്രയും പേജ് ഇൻക്ലൂഡ് ആവുന്ന രീതിയിൽ കേട്ടോ. റെക്കോർഡ് ചെയ്ത് ക്ലാസ്സിൽ കാണിക്കാണ്. എന്താണ് റെക്കോർഡ് ചെയ്തവരെല്ലാരും അറിയാൻ മനസ്സിലാവണില്ല. ഫസ്റ്റാണോ റെക്കോർഡ് ഒന്ന് ക്ലാസ്സിൽ കാണിച്ചിട്ടാണ് ഫസ്റ്റ് റെക്കോർഡ്. മനസ്സിലായില്ല? ക്ലാസ്സിൽ റെക്കോർഡ് ക്ലാസ്സിൽ കാണിക്കണമെന്നോ? അതാണോ? ആരെങ്കിലും ഒരാളെ റാൻഡം ആയിട്ട് ഒരാളെ സെലക്ട് ചെയ്തിട്ട് അയാളുടെ മാത്രം റെക്കോർഡ് കാണിക്കാനായിട്ട് പറ്റും. അല്ലാതെ എല്ലാവരുടെയും കാണിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 107 പേരുണ്ട്. 107 പേര് അത് പറഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ടൈം ഒരുപാട് പോകും. അതാണ് ഉദ്ദേശിച്ചത്. ആരെങ്കിലും ഒരാളെ റെക്കോർഡ് പ്രസന്റ് ചെയ്യാനായിട്ട്. ചിലപ്പോ അതായിരിക്കും അങ്ങനെ ചോദിക്കുവാണെങ്കിൽ എല്ലാരും കംപ്ലീറ്റഡ് ആയി പോവും എന്നുള്ളത് കൊണ്ടായിരിക്കും ആ കുട്ടി അങ്ങനെ ഉദ്ദേശിച്ചത്. റാൻഡമായിട്ട് ഒരാളോട് ചോദിക്കുവാണെങ്കിൽ അറിയില്ലോ ആരെ വിളിക്കുന്നതെന്ന്. അപ്പം നമ്മളെല്ലാരും കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് അയ്യോ അതെന്റെ കയ്യിലിരിക്കുകയാണല്ലോ, വീട്ടിലാണല്ലോ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്ലാസ് മൺഡേ എന്തായാലും എനിക്ക് റെക്കോർഡൊക്കെ എടുക്കണം. കാരണം ആക്ഷൻ സ്റ്റോറി ബുക്ക് ഒക്കെ ചെറുതായിട്ട് എനിക്ക് എന്തെങ്കിലും ഡൗട്ട് വരെയെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി റെക്കോർഡ് എടുക്കുന്നതായിട്ട് വരും. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിക്കും. കാരണം എന്റെ കയ്യിൽ റെക്കോർഡ് ഇല്ലാണ്ടാണ് ഞാൻ കയറിയിരിക്കുന്നത്. ഞാനൊരാളെ റാൻഡം ആയിട്ട് എനിക്കും അത് തോന്നി. റാൻഡം ആയിട്ട് ഒരാളെ സെലക്ട് ചെയ്ത് അയാള് കംപ്ലീറ്റ് ചെയ്ത റെക്കോർഡ് നമ്മളെല്ലാവരും ഒന്ന് എന്ത് ചെയ്യും, കാണിച്ചു തരും. അയാള് ഒന്ന് ഇന്നതാണ് മിസ്റ്റർ റെക്കോർഡ്, ഇന്ന പോയംസ് ആണ് അതിൽ എഴുതിയിരിക്കുന്ന മിസ്സേന്ന് ഒന്ന് പറഞ്ഞ് എല്ലാ പേജും, കാരണം നമുക്ക് ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ അതൊന്ന് കാണിച്ചു തരണമെങ്കിൽ വലിയ ഭാരമായിരിക്കും. എല്ലാവരും ഒന്ന് റെക്കോർഡ് എടുത്ത് കയ്യിൽ വെക്കുവോ? മിസ് ഈ പേജ് ഒന്ന് പറഞ്ഞു തരുമോ? സർട്ടിഫിക്കറ്റിന്റെ പേരിന്റെ കൂട്ടത്തിൽ എഴുതാനുള്ളത്. അത് ലാസ്റ്റ് പറയാം. എല്ലാ റെക്കോർഡിനും എഴുതണമല്ലോ. പേരും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അല്ലെ മിസ് ഇൻഡെക്സ് ഞാൻ ഇങ്ങനെയാ എഴുതിയത്. ഇൻഡെക്സ് കുഴപ്പമില്ല. പേജ് നമ്പർ ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതിയോ? പേജ് നമ്പർ ഇത്ര തൊട്ട് ഇത്ര വരെ എഴുതില്ല, സ്റ്റാർട്ടിങ് മാത്രമേ എഴുതിയുള്ളൂ പേജ് നമ്പറിന്റെ. ഇന്നത് വരെയെന്ന് എന്നാലും കുഴപ്പമില്ല. നമ്പേഴ്സ് ഇട്ടാലും മതി. നിങ്ങളുടെ ഒരു ജോലി വെച്ചിട്ട് അത് ചെയ്തു. നിനക്ക് ഞാൻ എസ്തർ എന്തായാലും കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാ റെക്കോർഡും കംപ്ലീറ്റ് ചെയ്യുന്നു. ആൾ ആക്റ്റീവ് ആണ്. ഈ ക്ലാസ്സിൽ തന്നെ ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കേൾക്കാത്ത ആൾക്കാരെ വിളിക്കാം. രാഗി 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 കംപ്ലീറ്റ് ചെയ്തോ റെക്കോർഡ്?
ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് പ്രിപ്പയർ ചെയ്യിപ്പിച്ചതും ഇത്രയും ദിവസത്തിൽ ഇത് കംപ്ലീറ്റ് ആക്കണം എന്നൊക്കെ പറയണത് നിങ്ങളുടെ വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് എല്ലാ റെക്കോർഡും കൂടി എഴുതാനുള്ള ടൈം അങ്ങനെ ഒരുമിച്ച് രാത്രി ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അത് ഒരുമിച്ച് തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നും നിങ്ങളുടെ നമ്മുടെ ക്ലാസ്സിന്റെ ടൈമിൽ തന്നെ ഒരു അവർ വച്ച് തന്നെ നമ്മൾ ഇത് പറഞ്ഞിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ വേറൊരാളെ വിളിക്കാം. ആളെന്തായാലും ഇതില്ല. രാഗി ചേച്ചി ഷോപ്പിലാ തോന്നുന്നു മിസ്സേ. എന്താണ്? രാഗി ചേച്ചി ചിലപ്പോ ഷോപ്പിലാവും, ഷോപ്പിൽ പോണ്ട്. ചിലപ്പോ റെക്കോർഡ് കൊണ്ടുപോയിട്ടുണ്ടാവില്ല. ശരി, ഓക്കെ. ഞാൻ ആരെ വിളിക്കും? എസ്തർ നായർ. ഒരാളെ വിളിക്കണ്ടേ? ആരതി ശ്രീജിത്ത്. കംപ്ലീറ്റ് ആണ് മാം. ഒന്ന് കാണിച്ചു കൊടുക്കണം എല്ലാവർക്കും. ഞാൻ പിൻ ചെയ്ത് വെക്കാം. അപ്പം ക്യാമറ റൊട്ടേറ്റ് ചെയ്തിട്ടില്ലേ? അത് മാറിയില്ല, സോറി. താഴത്ത് നമുക്കത് കാണാം, റൊട്ടേഷൻ കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ക്യാമറ ടേബിളിൽ ഞാൻ പേസ്റ്റ് ഉറപ്പിച്ച് വെച്ചിട്ട് നമുക്ക് കാണിക്കാം. കാണിക്കാന്ന് പറഞ്ഞിട്ട് ക്യാമറ ഓണല്ല കേട്ടോ. ഓൺ ആവണില്ല മിസ്സേ, എന്താ കുഴപ്പം പറ്റി? ഞങ്ങളൊക്കെ റെഡി ആയിട്ടേക്കായിരുന്നു ആരതിന്റെ റെക്കോർഡ് കാണാന്ന് വിചാരിച്ചത്. ഓക്കെ, ഓണാവാത്തെയാണ് അടുത്ത്. ഓണാവണില്ല മിസ്സേ. ഓക്കെ, ഞാൻ മാറ്റാം കേട്ടോ. നെക്സ്റ്റ് ആരാണ്? ഞാൻ വിളിക്കുന്നില്ല, ഒരാള് റെഡി ആയിട്ട് പറ. ഞാൻ കാണിച്ചോട്ടെ മിസ്സേ. ആരാണ്? ഫാത്തിമ അല്ലെ? ഫാത്തിമ മൊഹസിന. ഒന്ന് പ്രസന്റ് ചെയ്ത് കാണിച്ചോളൂ റെക്കോർഡ്. ആരതി മ്യൂട്ട് ആയിക്കോട്ടെടാ. ഇതിന്റെ ഫസ്റ്റ് പേജ് ആക്ഷൻ റൈമിംഗ് ബുക്ക്. ആൽഫബറ്റിക്കൽ സോങ്. ഇത് ഫസ്റ്റ് ആൽഫബറ്റിക്കൽ. ഇത് സെക്കൻഡ്. ഇതിന്റെ പിക്ചർ ഇവിടെ പുറത്തുണ്ട്. ദെൻ നമ്പർ സോങ്. ഇതിന്റെ പിക്ചർ. സെക്കൻഡ് നമ്പർ സോങ്. ക്യാപ്സ്യൂൾ സോങ്. ഞാൻ ഒരു ഇതൊക്കെ വരച്ചതാ. എനിക്ക് ഇവിടെ ഷോപ്പ് കുറെ ദൂരെയാണ്, പ്രിന്റ് എടുക്കാനല്ലേ. അതിന്റെ പിക്ചർ. റിഡിൽ സോങ്. അതിന്റെ പിക്ചർ ഇവിടെ വരുന്നുണ്ട്. സെക്കൻഡ് റിഡിൽ സോങ്. ഒക്കെ പിന്നെ പിക്ചർ മകന്റെ ബുക്കിൽ എടുക്കുക. സയന്റിഫിക് നോളജ്. എന്താ അതിന്റെ പിക്ചർ. സെക്കൻഡ് സയന്റിഫിക് നോളജ്. ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ്. പിന്നെ ഇങ്ങനെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ജനറൽ നോളജ്. അവർ നേഷൻ. സെക്കൻഡ് പാർട്സ് ഓഫ് ബോഡി. ഹെൽത്തി ഹാബിറ്റ്സ്. സെക്കൻഡ് ഹെൽത്തി ഹാബിറ്റ്. ഗ്രേറ്റ് പീപ്പിൾ. ഗ്രേറ്റ് പീപ്പിൾ ഗാന്ധിജി ഞാൻ വരച്ചതാണ്. APJ അബ്ദുൽ കലാം.
പിന്നെ അബൌട്ട് ആനിമൽസിന്റെ സെക്കൻഡ് ബേർഡ്സ് അത് ഞാൻ വരച്ചതാണ്. പിന്നെ സെക്കൻഡ് പ്രയർ സോങ് അത് ഞാൻ വരച്ചതാണ്. അത് ഞാൻ വരച്ചതാണ്. അത്രേ ഉള്ളൂ. കഴിഞ്ഞു. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചേക്കാളും മനോഹരാക്കിയിട്ടുണ്ട് നിങ്ങളെല്ലാം. എന്താ ഇതേപോലെ ആയിരിക്കും എല്ലാവരും ഞാൻ വിചാരിക്കണം. ഇനി ഞാൻ ഇന്ന് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യണം. വേറെ ആർക്കെങ്കിലും റെക്കോർഡ് പ്രസന്റ് ചെയ്യണമെന്നുണ്ടോ ഇതേപോലെ? ഞാൻ ചെയ്തോട്ടെ മാം? ഓക്കെ, 5 ചെയ്യട്ടാ. ജസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ അടുത്ത ആളെ വിളിക്കുള്ളൂ കേട്ടാ. കാരണം ടൈം നോക്കിട്ട് നമ്മൾ ചെയ്യുള്ളൂ. മാം എന്റെ കംപ്ലീറ്റ് ആണ് മാം. ഞാൻ എന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ട് ഞാൻ ലെഫ്റ്റ് ആയി പോവാണ്. ഓക്കേടാ. മാം ഞാൻ കാണിച്ചോട്ടെ? ആദ്യം 5 കാണിച്ചോടാ, പ്രസന്റ് ചെയ്തോളാം. ആക്ഷൻ റൈം ബുക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടാ മാം ഞാൻ എല്ലാം ചെയ്തിരിക്കുക. അങ്ങനെ വലിയ ഇതായിട്ടൊന്നുമല്ല. ഇത് ഫസ്റ്റ് സോങ് ആണ്. കാണുന്നില്ലേ മാം? കാണുന്നുണ്ട്. ഇത് സെക്കൻഡ് സോങ് ആണ്. ഇത് നമ്പർ സോങ് ഫസ്റ്റ് വൺ. ഇമേജസ് കൂടി കാണിക്കണോട്ടാ. കാണുന്നില്ലേ മാം? ഇപ്പൊ കാണാം. ഇത് നമ്പർ സോങ് 2 ആണ്. അതിന്റെ ഇമേജ് ആണ്. ഇത് അതിന്റെ ബാക്കി പോർഷൻ ആണ്. ഇത് ക്യാപ്സ്യൂൾ സോങ് ആണ്. ഇത് ഞാൻ വരച്ചതാ. ഇത് സെക്കൻഡ് ക്യാപ്സ്യൂൾ സോങ്. ഇതും ഞാൻ വരച്ചത്. കൂടുതലൊന്നും വരയ്ക്കാൻ പറ്റിയിട്ടില്ല മാം. കാരണം എന്താ വെച്ചാൽ മോനുണ്ട്, 1.25 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പൊ ഒരുപാട് നേരം ഒന്നും ഇരുന്നിട്ട് അതൊന്നും ചെയ്യാനുള്ള ഒരു ടൈമില്ല. അപ്പൊ കുറച്ചൊക്കെ വരച്ചു, കുറച്ചൊക്കെ പേസ്റ്റ് ചെയ്തു. ഇത് ഫോക്ക് സോങ് ആണ്. അതൊരു 3 പേജിൽ വന്നിട്ടുണ്ട് ഈ സോങ്. അപ്പൊ അതിൻ്റെ ആയിട്ട് ഞാൻ കുറെ പിക്ചേഴ്സ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഫോക്ക് സോങ് 2 ആണ്. അതിന്റെ പിക്ചർ. ഇത് റിഡിൽ സോങ് 1 ആണ്. അതിന്റെ ക്ലോക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള റിഡിൽ സോങ് ആണ്. ഇത് റിഡിൽ സോങ് 2. അത് ഫ്രോഗിന്റെ ആണ്. പിന്നെ സയന്റിഫിക് നോളേജ് ആണ്. അതിനെ കുറിച്ച് ഫസ്റ്റ് സോങ് സീസണിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. മാം അങ്ങനെ ചെയ്യാലോ അല്ലെ? എനിക്ക് കുഴപ്പമില്ല വന്നിട്ട്. പിന്നെ സെക്കൻഡ് ലോട്ടസിനെ കുറിച്ചാണ്. സയന്റിഫിക് നോളേജില് ലോട്ടസിന്റെ പിക്ചർ. പിന്നെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആണ്. അത് റിലേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് സോങ് ഓരോന്ന് എന്തൊക്കെയാന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരു ചോദ്യം, വാട്ട് ഈസ്, വേർ, അങ്ങനെയുള്ളതാ. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള. പിന്നെ അതിന്റെ സെക്കൻഡ് ആണ്. ക്രയോൺസും പേപ്പറും ആണ് വരുന്നത് മെയിൻ തീം. പിന്നെ ജനറൽ നോളേജാ. അതിൽ ഇന്ത്യയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അത് റിലേറ്റ് ചെയ്ത സോങ് ആണ്. സെക്കൻഡ് പാർട്ടാണ്. ഇന്ത്യയുടെ വേരിയസ് ആയിട്ടുള്ള, അപ്പോൾ ഇതില് താജ്മഹലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഗോൾഡൻ ടെമ്പിളും ഉണ്ട്. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള കോസ്റ്റ്യൂംസും പിന്നെ ഫുഡ് വെറൈറ്റീസ് എല്ലാം എന്തൊക്കെയാ വരുന്നത് എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് ട്രാഫിക് ലൈറ്റിനെ കുറിച്ചാണ്. അത് ഹസ്ബൻഡാണ് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് വന്നത്. അപ്പോൾ ഭയങ്കര കുഞ്ഞിതായി പോയി. അപ്പോൾ ഞാൻ വരയ്ക്കാന്ന് വിചാരിച്ചിട്ടിരിക്കുക.
അത് കംപ്ലീറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ ഹെൽത്തി ഹാബിറ്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ബ്രഷിംഗ് ആണ്. അതും കുഞ്ഞിതാണ്, ഒരെണ്ണം കൂടി വരയ്ക്കാനുണ്ട്. പിന്നെ സെക്കൻഡ് വൺ ബാത്തിങ് ആണ്. അതൊരു പിക്ചർ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അബൌട്ട് ഗ്രേറ്റ് പീപ്പിളിലെ ഫസ്റ്റ് വൺ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചാണ്. അതൊരു സോങ് ഉണ്ട്, പിക്ചറാണ്. പിന്നെ ഞാൻ സെക്കൻഡ് സോങ് കൽപ്പന ചൗളയെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അത് പിക്ചർ പേസ്റ്റ് ചെയ്തു. പിന്നെ അബൌട്ട് ആനിമൽസ് ആണ്. അതിൽ ഫസ്റ്റ് റാക്കൂണിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, ഫസ്റ്റ് സോങ്, അതിൻ്റെ പിക്ചർ. പിന്നെ പപ്പീസിനെ കുറിച്ചാണ്. പിന്നെ അബൌട്ട് ബേർഡ്സ്, ബേർഡ്സിൽ ഫസ്റ്റ് സോങ് പീകോക്കിനെ കുറിച്ചാണ്. ഇപ്പുറത്തെ പീകോക്കിന്റെ. പിന്നെ ക്രോനെ കുറിച്ച്, കാക്കയെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഒരു വെറൈറ്റിക്ക് വ്യത്യാസമായിട്ടുള്ള ബേർഡ്സ് സെലക്ട് ചെയ്തതാണ്. പിന്നെ പ്രയർ സോങ്. ഇതെല്ലാം അധികം മോസ്റ്റ്ലി പിക്ചർ പേസ്റ്റ് ചെയ്യുക ചെയ്തത്, വരയ്ക്കാനുള്ള ഒരു ടൈം കിട്ടാത്തത് കൊണ്ട് ചെയ്തത്. താങ്ക് യു. മിസ്സേ ഞാൻ ചെയ്യട്ടെ? പേര് പറയോ? നിഷ. ഓക്കെ, എല്ലാവർക്കും കാണിച്ചിടാൻ പറ്റില്ലെങ്കിൽ വിഷമമൊന്നും തോന്നരുത് കേട്ടോ. അത് നമുക്ക് ടൈമില്ലാത്തതുകൊണ്ടാണ്. ബാക്ക് ക്യാമറ മുകളിൽ തന്നെ ഉണ്ട്. ആ ഒരു സൗണ്ട് സ്പീക്കർ മാതിരി ഇല്ലേ, അതിന്റെ തൊട്ടടുത്താണ്. മിസ് എന്റെ ഫോണിന് ചാർജ് ഇല്ല. ഞാൻ ലെഫ്റ്റ്, എന്റെ റെക്കോർഡ് കംപ്ലീറ്റഡാ. ഞാൻ ലെഫ്റ്റ് ആയിക്കോട്ടെ മിസ്സേ. ചാർജ് 2% നിൽക്കുക. ഓക്കെ. ഓഡിയോ ഓൺ ചെയ്യാൻ പറയുമോ? മിസ്സേ കാണുന്നുണ്ടോ? കാണാം. നല്ല രസമുണ്ട്. ഫസ്റ്റ് പേജ് തന്നെ. സെക്കൻഡ് പേജ് ആൽഫബറ്റിക്കൽ സോങ്ങിന്റെ ഫസ്റ്റ് പേജ് കവർ പേജ് കൊടുത്തേക്കുന്നതാണ്. പിന്നെ ആൽഫബറ്റ്സ് എഴുതിയിരിക്കുന്നതാണ്. ഇത് സോങ് റൈം ആൽഫബറ്റ്. സെക്കൻഡ് വൺ ആൽഫബറ്റ് സോങ് തന്നെ. സെക്കൻഡ് ഇത് പിക്ചേഴ്സ്. ഒന്ന് പിൻ ചെയ്യോ മിസ്? അപ്പൊ ക്ലിയർ ആയിട്ട് കാണാം. ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. പിന്നെ നമ്പർ സോങ്ങിന്റെ കവർ പേജ് ആണ്. അതില് ഫസ്റ്റ് സോങ് ആണ് ഇത് പിക്ചർ. ഇത് സെക്കൻഡ് നമ്പർ സോങ്. പിന്നെ ക്യാപ്സ്യൂൾ സോങ്ങിന്റെ കവർ പേജ് ആണ്. ടെഡി ബിയറിനെ പറ്റിയിട്ടാണ്, അത് വരച്ചതാണ് സോങ്. സെക്കൻഡ് വൺ സ്റ്റാറിനെ പറ്റിയിട്ടാണ്.
നെക്സ്റ്റ് വൺ ഫോക്ക് സോങ് ആണ്. അതിന്റെ കവർ പേജ്. ഫസ്റ്റ് ഫോക്ക് സോങ്. സെക്കൻഡ് ഫോക്ക് സോങ്ങിന്റെ പിക്ചർ ഫോക്ക് സോങ്. പിന്നെ റെഡിൽ സോങ്ങിന്റെ കവർ പേജ്. റെഡിലിന്റെ ഫസ്റ്റ് ചെറിയെ കുറിച്ചാണ്, അത് വരച്ചതാണ്. ഇത് സോങ്. സെക്കൻഡ് വൺ ക്യാരറ്റിനെ കുറിച്ചാണ്, ക്യാരറ്റ് വരച്ചതാണ്. ഇത് സോങ്. പിന്നെ ഇത് സയന്റിഫിക് നോളജ് സോങ്ങിന്റെ കവർ പേജ് ആണ്. അതില് പ്ലാനറ്റ്സിന്റെ പിക്ചറാണിത്. സോങ് ഇത്. സെക്കൻഡ് വൺ ബോഡി പാർട്സിന്റെ ആണ് സോങ്. തേർഡ് വൺ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ടൈപ്പ് സോങ് ആണ്, അതിന്റെ കവർ പേജ് ആണിത്. അതില് ഫസ്റ്റ് സോങ്ങിന്റെ പിക്ചറാണ്. ബുക്സ്, പെൻ, ക്രയോൺസ് അങ്ങനെ ഉള്ള ഐറ്റംസിനെ കുറിച്ചിട്ടായിരുന്നു. അടുത്തത് വെഹിക്കിൾസ് ആണ് മോസ്റ്റ്ലി വന്നിരിക്കണേ, അതിന്റെ പിക്ചേഴ്സ് ആണ്. ഇത് സോങ്. അടുത്തത് ജനറൽ നോളജ് സോങ്ങിന്റെ കവർ പേജ് ആണ്. അതില് സീസൺസ് ആണ് എഴുതിയിരിക്കുന്നത്, അത് വരച്ചതാണ്. 4 സീസൺസിനെ കുറിച്ചുള്ളത്. ഇത് സോങ്. അടുത്തത് അവർ നാഷണൽ ഫ്ലാഗ് ആണ്, അത് വരച്ചതാണ്. ഇത് സോങ്. അടുത്തത് ഹെൽത്തി ഹാബിറ്റ്സ് സോങ്ങിന്റെ കവർ പേജ് ആണ്. ഹെൽത്തി ഹാബിറ്റ്സിന്റെ പിക്ചറുകൾ പേസ്റ്റ് ചെയ്തതാണ് സോങ്. പിന്നെ ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ആണ്, അതിന്റെ ഇത് പേസ്റ്റ് ചെയ്തതാണ് സോങ്. പിന്നെ ഗ്രേറ്റ് പീപ്പിൾ സോങ്ങിന്റെ കവർ പേജ് ആണിത്. അതിൽ മഹാത്മാഗാന്ധിയുടെ ആണ് എഴുതിയിരിക്കുന്ന ഫസ്റ്റ് പിക്ചർ ഒട്ടിച്ചതാണ് സോങ്. സെക്കൻഡ് വൺ ജവഹർലാൽ നെഹ്റുവിന്റെ ആണ് സോങ്. അടുത്തത് എനിമൽ സോങ് ആണ്, അതിന്റെ കവർ പേജ് ആണ്. ടൈഗറിന്റെ ആണ് പിക്ചർ ഒട്ടിച്ചേക്കുന്നത് സോങ്. നെക്സ്റ്റ് റാബിറ്റിനെ കുറിച്ചാണ്, പേസ്റ്റ് ചെയ്തതാണ് സോങ്. അടുത്തത് ബേർഡ് സോങ്ങിന്റെ കവർ പേജ് ആണ്. ഒരു ലിറ്റിൽ ബേർഡിനെ കുറിച്ചാണ് പിക്ചർ പേസ്റ്റ് ചെയ്തതാണ്. അടുത്തത് പീകോക്കിനെ കുറിച്ചാണ്, പീകോക്കിന്റെ പേസ്റ്റ് ചെയ്തതാണ് സോങ്. അടുത്തത് പ്രയർ സോങ്ങിന്റെ കവർ പേജ് ആണ്. പ്രയർ സോങ്ങിന്റെ പിക്ചർ ഒട്ടിച്ചതാണ് സോങ്. അടുത്തത് ഓക്കെ മാം, താങ്ക് യു. വളരെ നല്ലതായിരുന്നു കേട്ടാടാ. എനിക്കിപ്പം എന്താ പറയാ, നിങ്ങൾക്ക് നല്ല ക്രിയേറ്റീവ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓരോരുത്തരുടെയും ഭയങ്കര വ്യത്യസ്തമായിട്ട് ക്രിയേറ്റീവ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ലതായിരുന്നു. അപ്പൊ ടൈം കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റോറി നിങ്ങളൊന്ന് റെഫർ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.